ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പരിചിന്തന വിഷയമാക്കുന്നത് അനുതാപം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചാലേ ദൈവരാജ്യത്തിൽ നമുക്ക് പങ്കുചേരാനാകൂ. എന്താണ് ഈ അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുക? എടുത്ത ഒരു തീരുമാനമോ ചെയ്ത ഒരു പ്രവൃത്തിയോ തെറ്റായിരുന്നു എന്ന ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് സാധാരണയായി നമ്മളൊക്കെ അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അനുതാപത്തിനുള്ള ആഹ്വാനം നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ജെറമ്യാ പ്രവാചകൻ 6-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിലും ഇത്തരത്തിലുള്ള ഒരു അനുതാപത്തിനുള്ള ആഹ്വാനം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാനുള്ള ആഹ്വാനമാണ് നാം അവിടെ കാണുക. മെത്തനോയിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ വിവർത്തനമാണ് അനുദപിക്കുക എന്ന വാക്ക്. ഇതിൻ്റെ അർത്ഥം മനസ്സ് മാറ്റുക, മറ്റൊരു മനസ്സ് സൃഷ്ടിക്കുക, വഴി മാറുക എന്നൊക്കെയാണ്. ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖം അത് തിരുത്തുന്നതിനും മറ്റൊരു പുതിയ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതിനും നമ്മെ പ്രേരിപ്പിക്കണം. അതുപോലെ ഞാൻ പോകുന്ന വഴി തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ വഴി മാറണം, അതുപോലെ ശരിയായ മാർഗം നാം തിരഞ്ഞെടുക്കണം. അപ്പം ഇങ്ങനെയൊരു വഴിമാറ്റത്തിനും മനസ്സ് മാറ്റത്തിനും ഉള്ള ആഹ്വാനമാണ് അനുദപിക്കുവിൻ എന്ന വാക്കിലൂടെ, എന്ന ആഹ്വാനത്തിലൂടെ നമുക്ക് ലഭിക്കുക. ഇതിന് 2 കാര്യം കുഞ്ഞുമക്കളെ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഞാൻ പോകുന്ന വഴി തെറ്റാണെന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്തത്, ഞാൻ ഏതു വഴിയാണ്, ശരിയായ മാർഗം ഏതാണ് ഞാൻ സഞ്ചരിക്കേണ്ട ശരിയായ മാർഗം എന്നുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായെങ്കിൽ മാത്രമേ നമുക്ക് ഈ തിരിച്ചറിവ് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ തിരിച്ചറിവ്, തെറ്റേത് ശരിയേത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് പാപത്തെ മൊത്തം സാമാന്യവൽക്കരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് കോപ്പിയടിക്കുക എന്ന് പറയുന്നത് അല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. വലിയവരുടെ ഗണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭ്രൂണഹത്യ പോലുള്ള മാരകമായ പാപങ്ങൾ അത് സാമാന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അനുതാപം ഇന്ന് അസാധ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം നീങ്ങുന്നത്. സ്വർഗം കരസ്ഥമാക്കുവാൻ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് എന്താണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അനുദപിക്കുകയാണ് നമുക്ക് സ്വർഗം വേഗം നേടിയെടുക്കുവാനുള്ള എളുപ്പമാർഗം. തിരുവചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചാണ് സ്വർഗത്തിൽ സന്തോഷമെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഞാൻ എൻ്റെ പോകുന്ന വഴി എനിക്ക് തെറ്റോ ശരിയോ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിക്കുന്നുണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവിനോട് ഉള്ളവളാണോ? ഇനി നമുക്ക് വചനത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് സഹകരിച്ച് ഒരു വഴിമാറ്റത്തിന്, ഒരു മനസ്സുമാറ്റത്തിന് തയ്യാറായ ഒത്തിരി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോയുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ ഈശോയുടെ പാദാന്തികെ സമർപ്പിച്ച് പുതിയൊരു ജീവിതത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന പാപിനിയായ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിൽ പന്നിക്കുഴിയിൽ നിന്നും പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്ന ധൂർത്തപുത്രനെ നാം ദർശിക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ തൻ്റെ ചെയ്തികളെക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച് രക്ഷ സ്വന്തമാക്കുന്ന സക്കേവൂസിനെ നാം കാണുന്നുണ്ട്. ഇനി ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഈ വഴിമാറ്റത്തിന്, ഈ ഒരു മനസ്സുമാറ്റത്തിന് തയ്യാറായ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, സെയിൻറ്റ് അഗസ്റ്റിൻ, ഇതൊക്കെ ഇത്തരം ഉദാഹരണങ്ങളാണ്. ഇനി ശാസ്ത്രലോകത്തിലേക്ക് കടന്നാൽ
അവിടെ നമുക്ക് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. 1833 ഒക്ടോബർ 23 സ്വീഡനിൽ ജനിച്ച ആൽബർട്ട് നോബൽ എന്ന വ്യക്തി, അദ്ദേഹം പഠിച്ചു മിടുക്കനായി ഉന്നത വിജയം കരസ്ഥമാക്കുകയാണ്. അങ്ങനെ രസതന്ത്ര ശാസ്ത്രജ്ഞനായി മാറുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഡൈനാമിറ്റ്. ഇത് വളരെ ബിസിനസ് പ്രാധാന്യമുള്ള ഒരു വസ്തുവായി മാറി. അദ്ദേഹം തന്നെ ഒത്തിരിയേറെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രശസ്തി നേടി ഉയരങ്ങളിലേക്ക് അദ്ദേഹം കുതിക്കുകയാണ്. ഇങ്ങനെയിരിക്കെ അദ്ദേഹത്തിനൊരാഗ്രഹം, തന്നെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നതെന്ന് അറിയുവാനുള്ളൊരാഗ്രഹം. അദ്ദേഹം വിചാരിച്ചു, ഇത്ര ഉന്നതനായ, ഇത്ര മഹത് വ്യക്തിയായ എന്നെക്കുറിച്ച് ലോകം എന്തായാലും ഒത്തിരിയേറെ അപദാനങ്ങൾ പ്രകീർത്തിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു വാർത്ത പരത്തി, ആൽബർട്ട് നോബൽ അന്തരിച്ചു. ഇത് പത്രമാധ്യമങ്ങൾ ഇത് അവതരിപ്പിച്ചത് ഇപ്രകാരമാണ്: മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചു, ദ മർച്ചൻ്റ് ഓഫ് ഡെത്ത് എക്സ്പയർഡ്. ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു ആൽബർട്ട് നോബലിനെ സംബന്ധിച്ച്. അദ്ദേഹം ഒരു പുതിയ തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കി, താൻ ചെയ്തത് ലോകത്തിന് നന്മയല്ല, മറിച്ച് അനേകം പേരുടെ അകാല മരണത്തിന് കാരണക്കാരനായവനാണ് താനെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുകയാണ്. അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുകയാണ്, തൻ്റെ സമ്പത്ത് മുഴുവൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. അങ്ങനെ 1875 നവംബർ 27 അദ്ദേഹം തൻ്റെ വിൽപത്രത്തിൽ എഴുതി, ഊർജ്ജതന്ത്രം, രസതന്ത്രം, വൈദ്യം, സാഹിത്യം, സമാധാനം എന്നീ മേഖലകളിൽ വിശ്വോത്തര സംഭാവന ചെയ്യുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ ഞാനിതാ അടിയറ വയ്ക്കുന്നു. അങ്ങനെ ആരംഭിച്ചതാണ് നോബൽ സമ്മാനം. അദ്ദേഹം തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ വഴി മാറുവാൻ, മനസ്സ് മാറുവാൻ, പുതിയൊരു ജീവിതശൈലി സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഇതുതന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുക. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെയുള്ള മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന ആഹ്വാനം. 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് സ്നാപകൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നു. ശൂബ് എന്ന ഹീബ്രു പദമാണ് അനുദപിക്കുക എന്ന വാക്കിന് പകരമായി സമാന്തരമായിട്ട് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നത്. അവർ നിരന്തരം ഇതിൻ്റെ അർത്ഥം മനസ്സു മാറ്റുക, അതുപോലെ മടങ്ങി വരിക, വിട്ടുപോയതിലേക്ക് തിരിച്ചു നടക്കുക എന്നൊക്കെ, മാനസാന്തരം എന്നൊക്കെയാണ് ഇതിനർത്ഥം. പ്രവാചകന്മാർ നിരന്തരം ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ അതിനുള്ള മടങ്ങി വരവിന് ആഹ്വാനം ചെയ്യുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവിശ്വസ്തയായ ഇസ്രായേലേ, മടങ്ങി വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്. ഇങ്ങനെ ഒരു മടങ്ങി വരവിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ. 2, തൻ്റെ ഹൃദയതലത്തിലുള്ള മനോഭാവത്തിലുള്ള മാറ്റം. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ പെടുന്നതാണ് ചാരം പൂശൽ, ചാക്കുടുക്കൽ, ഉപവാസം മുതലായ കാര്യങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ ഈ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധയൊന്നുകൊണ്ട് തെറ്റായ ബോധ്യത്തിലും തെറ്റായ തീരുമാനത്തിലും തെറ്റായ ജീവിതശൈലിയിലും ചരിച്ചുകൊണ്ട് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നവരായാൽ നാം കാപട്യമുള്ള ജീവിതം നയിക്കുന്നവരായിത്തീരും. ഈശോ 2 കാര്യത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ പ്രത്യേകം ഊന്നൽ കൊടുത്തിരുന്നത് ഹൃദയതലത്തിലുള്ള മനോഭാവത്തിലുള്ള മാറ്റത്തിനാണ്. അപ്പം നമ്മളെ ഇന്ന് ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതും മനോഭാവത്തിൽ, ഹൃദയതലത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനാണ്. പശ്ചാത്താപം അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും നന്മയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. സ്വാർത്ഥതയിൽ നിന്നും സാഹോദര്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഭൗതികതയിൽ നിന്നും ദൈവികതയിലേക്കുള്ള നടന്നെടുക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈശോയിൽ ദൈവപുത്രനെ ദർശിച്ച് ഹൃദയത്തിൽ ദൈവത്തെ അനുഭവിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. ഈ മാനസാന്തരത്തിലേക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകം നടന്നെടുക്കാം. അതിന് നമുക്ക് വേണ്ടത് ഉറച്ച ഒരു തീരുമാനമാണ്. ഞാൻ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുന്നതിനുള്ള ഒരു ഉറച്ച തീരുമാനവും അതിനോടനുബന്ധിച്ച് പ്രായോഗികമായിട്ട് എടുക്കുന്ന പ്രവർത്തനവുമാണ് ഈ മാനസാന്തരം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള പോംവഴി.
ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ഇപ്രകാരം ഈശോയെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വ്യക്തിയായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ സാഹോദര്യത്തിൽ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.